കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനം വളരെ ആവേശപൂർവ്വമാണ് UDF പ്രവർത്തകരും ജനങ്ങളും സ്വാഗതം ചെയ്യുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി 3,64,422 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് 4,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കാൻ UDF പ്രവർത്തകരും വയനാട്ടിലെ ജനങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ കലവറയില്ലാത്ത പിന്തുണ നൽകിയവരാണ് വയനാട്ടിലെ ജനങ്ങൾ. പക്ഷെ അദ്ദേഹം റായ്ബറേലിയിലൂടെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ സാങ്കേതികമായി ഒരു സീറ്റ് മാത്രമേ നിലനിർത്താൻ കഴിയൂ. അങ്ങനെ വന്ന സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യയിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം UPയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ആ തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായിരുന്നു. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായിരുന്നു. അപ്പൊ ജനങ്ങളുടെ വികാരവും UDF പ്രവർത്തകരുടെ വികാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത്. അതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളിലും പ്രത്യേകിച്ച് UDF പ്രവർത്തകരിലും വലിയ ആവേശമാണ് ഇന്നലത്തെ തീരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അവിടെ പ്രവർത്തിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല.